എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വേദാവിദ്യ ഹരിയിലേക്ക് സ്വാഗതം. നാളെ 1200 ആണ്ട് കർക്കിടക മാസം 23 തീയതി 2025 ആഗസ്റ്റ് മാസം 8 വെള്ളിയാഴ്ച. നാളെ ഉത്രാട നക്ഷത്രം ചതുർദശി തിഥി. ഉത്രാട നക്ഷത്രം ജന്മ നക്ഷത്രമായും ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും അറിയേണ്ടതായ കാര്യങ്ങളും അവരുടേതായ ദശാഫല വിവരങ്ങളുമാണ് നമ്മൾ പറയുന്നത്. ഉത്രാട നക്ഷത്രം ധനുക്കൂറിലും മകരക്കൂറിലും പെട്ട നക്ഷത്രമാണ്. ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗം ധനുക്കൂറിലും അവസാനത്തെ മുക്കാൽഭാഗം മകരക്കൂറിലും പെട്ട നക്ഷത്രമാണ് ഉത്രാടം. ഉത്രാട നക്ഷത്രം മനുഷ്യഗണത്തിൽ ജനിച്ചവരും ഉത്രാട നക്ഷത്രത്തിന്റെ ഭാഗ്യരത്നമായിട്ട് ധരിക്കുന്നത് മാണിക്യം, മഞ്ഞപുഷ്യരാഗം, ഇന്ദ്രനീലം ഇവയാണ്. ഭാഗ്യസംഖ്യ 5, 9 ഇവയാണ്. ഉത്രാട നക്ഷത്രത്തിന്റെ ദശാനാഥൻ ആദിത്യനാണ്. 6 വർഷമാണ് ആദിത്യ ദശയെങ്കിലും ശരാശരി 3 വയസ്സ് വരെ ആദിത്യ ദശയെ കൽപ്പിച്ച ശേഷം 10 വർഷക്കാലം ചന്ദ്രൻ, ശേഷമുള്ള 7 വർഷക്കാലം ചൊവ്വ, ശേഷം 18 വർഷക്കാലം രാഹു, ശേഷം 16 വർഷക്കാലം വ്യാഴം, ശേഷം 19 വർഷം ശനിദശ. ഇപ്രകാരമാണ് അവരുടെ ദശ കണക്ക് വിവരം വരുന്നത്. ആദിത്യ ദശയിലെ ജനനം പിതാവിന് അരിഷ്ടതകളെ നൽകാമെങ്കിലും ശേഷം വരുന്ന ചന്ദ്രദശ ഗുണഫലത്തെ നൽകും. പ്രധാന വിദ്യാഭ്യാസ കാലഘട്ടം ചൊവ്വാദശയാണ്. ആയതിനാൽ വിദ്യാഭ്യാസ കാര്യത്തിൽ സ്വല്പം മടി, ആലസ്യത, വിദ്യാഭ്യാസ സമയത്ത് ദേഷ്യത്തേക്ക് പറയാം. ശേഷം ഉപരിവിദ്യാഭ്യാസ കാലവും തൊഴിൽ സംബന്ധമായ കാലത്തും വിവാഹാദി കാര്യങ്ങളൊക്കെ രാഹുർദശയിലാണ്. രാഹുർദശ ജാതകത്തിൽ ബലവാനായിട്ടുള്ളവർക്ക് ശുഭഫലത്തെയാണ്. രാഹുവിന്റെ ആദ്യത്തെ ദശാകാലത്തിന്റെ സ്വഭാരം സ്വല്പം ക്ലേശം ചെയ്യുമെങ്കിലും മധ്യകാലഘട്ടം ഇവരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കും. ഉത്രാട നക്ഷത്രക്കാർക്ക് ധനുക്കൂറുകാർക്ക് വ്യാഴം 7-ലും ശനി 4-ലും രാഹു 3-ലും സഞ്ചരിക്കുന്ന സമയവും, മകരക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ 6-ലേക്കുള്ള രാശിമാറ്റവും രാഹുവിന്റെ 2-ാം ഭാവത്തിലെ സ്ഥിതിയും ശനിയുടെ 3-ാം ഭാവത്തിലെ സ്ഥിതിയും ഗുണദോഷ മിശ്രിത ഫലത്തെ നൽകും. വ്യാഴമാറ്റം രോഗാദി ക്ലേശങ്ങളെ നൽകും. കഴിഞ്ഞ 7.5 വർഷമായിട്ടുണ്ടായിരുന്ന ശനിദോഷം മാറിയ സമയം അത് പൊതുവെ ഗുണപരമായിരിക്കും. രാഹുവിന്റെ മാറ്റം ധനനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനുക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ മാറ്റം അനുകൂലവും ശനിയുടെ 4-ലേക്ക് മാറ്റം കണ്ടകശനി ദോഷത്തെയും നൽകുന്നുണ്ട്. സ്വതവേ ഇവരെ സംബന്ധിച്ച് സ്വല്പം അസൂയ ഉള്ളവരാണ്. മറ്റുള്ളവരുടെ ഉയർച്ചയിലും അഭിവൃദ്ധിയിലൊക്കെ സ്വല്പം അസൂയ ഇവരുടെ മനസ്സിലുണ്ടാവാം. സ്വന്തമായിട്ട് ഉയർന്നു കാണണമെന്നും സ്വന്തം കുടുംബാംഗങ്ങളൊക്കെ ഉയർച്ചയിലെത്തണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഉത്രാടക്കാർ. ഉത്രാട നക്ഷത്രത്തെ ജനിച്ചവരെ ഇപ്പോൾ സംബന്ധിച്ച് ധനബാധ്യത വലിയൊരു പ്രശ്നമായിട്ടല്ല. സാമ്പത്തിക ബാധ്യതകൾ കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക ബാധ്യത നിമിത്തം പലവിധ മനോക്ലേശങ്ങൾക്കും ഇട നൽകുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. ദാമ്പത്യ ജീവിതത്തിലും പലവിധ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഇട നൽകാം. തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും നേരിടാം. ഉത്രാട നക്ഷത്രം ജന്മനക്ഷത്രമായും ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും നാളത്തെ ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലക്ഷ്മി വിനായക മന്ത്രത്താൽ ഗണപതി ഹോമം നടത്തുന്നതും ജീവിതത്തിലെ ക്ലേശങ്ങൾ മാറുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും ഇട നൽകും. താമരപ്പൂക്കളാൽ ശ്രീസൂക്ത മന്ത്രത്താൽ അർച്ചന നടത്തുന്നതും വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നതും നാളത്തെ ദിവസം അതിവിശേഷമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാ തടസ്സങ്ങളൊക്കെ മാറി അഭിവൃദ്ധി വരുന്നതിനെ രാജഗോപാല മന്ത്രത്താൽ അർച്ചന നടത്തുക. വിവാഹാദി കാര്യങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നവർ നാളെ വെളുത്ത പൂക്കൾ കൊണ്ട് ബാണേശ്വരി മന്ത്രത്താൽ അർച്ചന നടത്തുന്നതും വിവാഹാദി തടസ്സങ്ങളെ നീങ്ങിക്കിട്ടാൻ ഉപകരിക്കും. വിവാഹ തടസ്സം മാറുന്നതിനെ കാർത്യായനി പൂജ നടത്തുന്നതും നാളത്തെ ദിവസം ഉത്തമമായിരിക്കും. തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് തൊഴിൽ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടും ധനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറുന്നതിനും ലക്ഷ്മി വിനായക മന്ത്രത്താൽ സമീപ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം കഴിക്കുന്നതും ഏറ്റവും വിശേഷമായിട്ട് നിൽക്കുന്നതും ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് ഉപകരിക്കുന്നതാണ്. എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.